താരിഫ് ട്രംപ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാർക്കറ്റിനെ കുറിച്ച് പറയാതിരിക്കുന്നതാണ് ഇന്ന് ഏറ്റവും നല്ലത്. കാരണം മാർക്കറ്റ് ഇന്ന് അത്രത്തോളം ഓരോ ട്രേഡർമാരെയും ട്രംപിൻ്റെ ആ ഒരു താരിഫ് നയത്തിൽ ഇട്ട് വലച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്ക് മാർക്കറ്റ് വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എന്തിൻ്റെ? ടെലഗ്രാം ചാനലിൻ്റെ ആഫ്റ്റർ ഓപ്ഷൻ ട്രേഡ് എന്നാണ് ചാനലിൻ്റെ പേര്. ഒരു ട്രേഡർക്ക് ആവശ്യമായ എല്ലാ വകകളും ഞങ്ങളതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് അല്പം കുറച്ച് പിന്നോക്കം നിന്നു. കാരണം ഇന്ന് പാതി വഴിയിൽ ട്രേഡ് ഉപേക്ഷിച്ച് ഓടിക്കളഞ്ഞു. വളരെ മോശപ്പെട്ട ദിവസം തന്നെയായിരുന്നു. ഓക്കെ, മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ട്രംപിൻ്റെ താരിഫിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് അടിപതറിയില്ല എന്ന് വേണം കരുതാൻ. പക്ഷേ നമ്മുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായി നടന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നടന്നിട്ടില്ല. മാർക്കറ്റിൽ ശക്തമായ ഒരു സൈഡ് വേ ആയതുകൊണ്ട് തന്നെ രാവിലെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് നടന്നതുകൊണ്ട് 180ഓളം 190ഓളം പോയിൻ്റ് ഗ്യാപ്പ് ഡൗണിലാണ് ഇന്ന് രാവിലെ നടന്നത്. അതിനുശേഷം അല്പമായി മുകളിലേക്ക് വന്ന് പിന്നെ കുറച്ച് നേരം സസ്റ്റെയിൻ ചെയ്ത്, അപ്പോൾ നമ്മളെന്ത് വിചാരിച്ചു, വീണ്ടും ഡൗൺ സൈഡിലേക്ക് വരും എന്നുള്ള ഒരു കണക്കുകൂട്ടലുകളിൽ ഇരുന്നു. പക്ഷേ അപ്പ് സൈഡിലേക്കും പോയില്ല, ഡൗൺ സൈഡിലേക്കും പോയില്ല എന്നുള്ളതാണ്. രാവിലെ ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്ത് കുറച്ച് മുകളിലേക്ക് പോയി, പിന്നീട് അവിടെ നിന്ന് ഒരു സൈഡ് വേയിലൂടെ സ്ട്രൈറ്റ്ലി താഴേക്ക് വന്ന് ഒരു 82 പോയിൻ്റ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്യായിരുന്നു നിഫ്റ്റി. എന്നാൽ ബാങ്ക് നിഫ്റ്റി അതിന് വിപരീതമായിട്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റി രാവിലെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്ത് പിന്നീട് അവിടെ നിന്ന് സ്ലൈറ്റ്ലി ചെറിയ രൂപത്തിൽ ഇവിടെ കുറേ നേരം കൺസോൾട്ടേഷൻ നടന്നു, പിന്നീട് ഇവിടെ കുറേ കൺസോൾട്ടേഷൻ നടന്നു, പിന്നീട് ഇവിടെ കുറേ കൺസോൾട്ടേഷൻ നടന്നു. പക്ഷേ ഈ അവസരത്തിലൊന്നും ട്രേഡ് എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകാൻ കഴിയും. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സ്ട്രെയിറ്റ്ലി ഒരു ക്യാൻഡിൽ രാവിലെ റിക്കവറി നടത്തി, പിന്നീട് ഇവിടെ കുറച്ച് നേരം കൺസോൾട്ടേഷനായി. ഓക്കെ, ഇവിടെ പെട്ടെന്നൊരു റിക്കവറി വന്ന് കൺസോൾട്ടേഷനായി, പിന്നെ വീണ്ടും ഇവിടെ നിന്ന് അല്പം മുകളിലേക്ക് കയറി വീണ്ടും കൺസോൾട്ടേഷനായി ഒരു 250 പോയിൻറ്റിൻ്റെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. അതേസമയം ഫിൻ നിഫ്റ്റി നിങ്ങൾ നോക്കൂ, ഫുൾ രാവിലെ ഗ്യാപ്പ് ഡൗണിന് ശേഷം റിക്കവർ ചെയ്ത ക്യാൻഡിലിന് ശേഷം ഫുൾ ടൈം 20-25 ആ ഒരു ലെവലിലാണ് ഒന്ന് ട്രേഡായത് ഫിൻ നിഫ്റ്റി. പിന്നെ എങ്ങനെ നമ്മൾ എന്തിനാണ് വെറുതെ മാർക്കറ്റിലിരിക്കുന്നത്? പൂട്ടിപ്പോയി. അതുകൊണ്ട് ഇന്ന് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നാളെ മുതൽ നിങ്ങൾക്കൊരു ട്രേഡർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മളതിൽ ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, വീണ്ടും നമ്മൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ സെൻസെക്സ് മാത്രം ഒരു 322 പോയിൻ്റ് ഡൗണിൽ ക്ലോസ് ചെയ്തു. ഒരു ഘട്ടത്തിൽ 500 പോയിൻ്റോളം ഡൗൺ സൈഡിലേക്കായെങ്കിലും നോക്കൂ, സെൻസെക്സിലും നല്ല ഒരു സൈഡ് വേ തന്നെയായിരുന്നു. ഇന്ത്യക്ക് ഉള്ള US-ൻ്റെ അതായത് ട്രംപിൻ്റെ താരിഫ് പ്രതീക്ഷിച്ചതിലും കനത്തതാണെന്നാണ് മൊത്തത്തിലുള്ള സാമ്പത്തിക വിദഗ്ധരുടെ കണക്കൂട്ടലുകൾ, വിലയിരുത്തലുകൾ. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിലും മാർക്കറ്റിൽ ശക്തമായ ഒരു ചാഞ്ചാട്ടം, അതായത് സൈഡ് വേ നടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന് 26% താരിഫ് ചുമത്തിയിട്ടുള്ളത്. 20% താരിഫ് പോലും നമ്മുടെ രാജ്യത്തെ GDP-യിൽ 0.50% ഇടിവ് ഉണ്ടാക്കിയേക്കും എന്നാണ് വേൾഡ് ബ്രോക്കറേജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയുന്നത്, അവർ വിലയിരുത്തുന്നത്. അതേപോലെ തന്നെ $30 ബില്യൺ ആ ഒരു പ്രഹരം, ആ ഒരു ആഘാതമായിരിക്കും നമുക്ക് ഇന്ത്യക്കുണ്ടാകുക എന്നാണ് IMF-ൻ്റെ നിരീക്ഷണത്തിൽ അവർ പറയുന്നത്. അതായത് നടപ്പ് കലണ്ടർ വർഷത്തിൽ നമ്മുടെ രാജ്യം പ്രതീക്ഷിക്കുന്ന $4.3 ലക്ഷം കോടി GDP-യിൽ 0.7% കുറവ് ഉണ്ടാക്കും എന്നതാണ് സാരം. അതേപോലെ തന്നെ കൂടിക്കൂടി വരുന്ന ഈ വ്യാപാര ആശങ്കകൾ, സംഘർഷങ്ങൾ നമ്മുടെ ഇന്ത്യൻ രൂപയെ മൂല്യം ഇടിച്ചു കളയുന്നുണ്ട്. ആ ഒരു മൂല്യത്തിലുള്ള ഇടിവ് വിദേശ നിക്ഷേപം തടയാനിടയാക്കും. അതായത് FIRs കൊഴിഞ്ഞു പോകും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ്, കഴിഞ്ഞ മാസങ്ങളിലായിട്ട്. ഇതിൻ്റെയൊക്കെ റിഫ്ലക്ഷൻ
വരും ദിവസങ്ങളിലാണ് നമുക്ക് കാണാൻ കഴിയുക. നോക്കൂ, സെൻസെക്സിൽ രജിസ്റ്റർ ചെയ്ത സ്റ്റോക്കുകളിൽ HCL ടെക്നോളജി 4%, TCS 4%, അതേപോലെ തന്നെ ടെക് മഹീന്ദ്ര 3.74% അടുത്ത് വന്നിട്ടുണ്ട്. ഇൻഫോസിസ്, ഇൻഫിൻ 3.5%, ടാറ്റ മോട്ടോഴ്സ് 2.64%. ഇത്രത്തോളം ഈ ഒരു 5 സ്റ്റോക്കാണ് ശക്തമായി ഇടിഞ്ഞത്. പിന്നെ M&M, അതേപോലെ കൊടക് മഹീന്ദ്ര ബാങ്ക് തുടങ്ങി 3 മാറുന്നാലും 10 സ്റ്റോക്കുകൾ, 11 സ്റ്റോക്കുകൾ വേറെയും, മൊത്തം 16 സ്റ്റോക്കുകൾ, 30 സ്റ്റോക്കുകൾ 16 സ്റ്റോക്കുകൾ റെഡിലും, ബാക്കി 14 സ്റ്റോക്കുകളിൽ കാര്യമായ ഒരു പ്രകടനം പവർ ഗ്രിഡ് കോർപ്പറേഷനും ഫാർമ സെക്ടറുകൾക്ക് ഇന്ന് നല്ല നേട്ടമാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഫാർമ സെക്ടറുകൾ അത്യാവശ്യം മുകളിലേക്ക് വന്നു. ഇപ്പോൾ സൺഫാർമ തന്നെ 3.26% ഇന്ന് നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. സെക്ടറൽ ബേസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി IT ആണ് ഇന്ന് 4%-ഓളമാണ് ഇടിഞ്ഞിരിക്കുന്നത്. അതേപോലെ നിഫ്റ്റി റിയാലിറ്റി, നിഫ്റ്റി ആട്ടോ തുടങ്ങിയവയും ഇന്ന് റെഡിലാണ്. ഇന്ത്യ വിക്സ് സ്ലൈറ്റ്ലി റെഡിലാണ് എന്നുള്ളതാണ് ഒരു വിരോധാഭാസം. അതിപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് ഇപ്പോൾ അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഇടയിൽ കുറച്ച് ദിവസങ്ങൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്തു. പക്ഷേ ബാങ്ക് നിഫ്റ്റി മാത്രം ഒരു 250 പോയിൻറ്റിൻ്റെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ എന്തായാലും ഒരു സൈഡ് വേ തന്നെ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ചൈനയ്ക്കൊക്കെ കൂടുതൽ 34%-ഓളം താരിഫും, അതേപോലെ നേരത്തെ പ്രഖ്യാപിച്ച 25% താരിഫുമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയെക്കാളും ചൈനയ്ക്ക് കൂടുതലായതുകൊണ്ട് FIers വീണ്ടും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അത്യാവശ്യം പ്രകടനം കാഴ്ചവെക്കും എന്നുള്ള ഒരു പ്രതീക്ഷ കൊണ്ട് ഒരു സൈഡ് വേ കുറച്ച് ദിവസങ്ങളിലേക്ക് ഇതിൻ്റെ ഒരു പ്രതിഫലം നടന്നെങ്കിലും പിന്നീട് മാർക്കറ്റ് മുകളിലേക്ക് പോകുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇന്നലെ നിഫ്റ്റിയിൽ നമ്മളൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോം ആവാനുള്ള ഒരു സാധ്യത ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇപ്പോൾ നോക്കൂ, ഇവിടെ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഇന്നലെ അപ്സൈഡ് പോയി. പക്ഷേ ഇന്ന് സ്ലൈറ്റ്ലി റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നതും ബുള്ളിഷ് ക്യാൻഡിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കുറച്ച് താഴത്തേക്ക് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറിച്ചും സംഭവിക്കാം, മാർക്കറ്റാണ്. ഓക്കെ, അങ്ങനെ വന്ന് ഇവിടെ സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ, അതായത് 22,000 ഈ ഒരു ലെവലൊന്ന് കറക്റ്റായിട്ട് പിടിച്ചു നോട്ടെ, 22,750. ഓക്കെ, ഇപ്പോൾ 23,000 ആ റേഞ്ചിൽ, 23,100 ആ റേഞ്ചിൽ ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് നിൽക്കുകയാണല്ലോ. 23,150, 23,100 എന്നുള്ള റേഞ്ചിൽ സ്ട്രോങ് സപ്പോർട്ട് നേരത്തെ 23,135 വരെയൊക്കെ വന്നു. അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 22,750 വന്ന് പിന്നീട് ഒരു സ്ട്രോങ് റിക്കവറി നടത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നോക്കാം, ഏതായിരുന്നാലും വരും ദിവസങ്ങളിൽ നമുക്ക് അതെല്ലാം വളരെ കൃത്യമായി വാച്ച് ചെയ്ത് മുന്നോട്ട് പോകാം. കഴിഞ്ഞ ദിവസം, അതായത് നമ്മൾ ഇന്ന് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ ലെവലുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് ഒന്നും നടന്നിട്ടുണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. വളരെ സത്യമാണ്. നോക്കൂ, സപ്പോർട്ട് ലെവലിനും താഴെ ഓപ്പൺ ചെയ്തു, നേരെ മുകളിലേക്ക് വന്ന് ഇത് രണ്ടിനും ഇടയിൽ നിഫ്റ്റിയും, അതേപോലെ ബാങ്ക് നിഫ്റ്റി സ്ലൈറ്റ്ലി ചിലപ്പോൾ ബ്രേക്കൗട്ട് അതെ നടത്തിയിട്ടുണ്ട്. നോക്കൂ, പക്ഷേ ബ്രേക്കൗട്ട് നടത്തിയെങ്കിലും ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ബ്രേക്കൗട്ട് നടത്തിയതിനെ കൊണ്ട് ഒരു പ്രയോജനമില്ലാത്ത ഒരു സാഹചര്യമാണ് ബാങ്ക് നിഫ്റ്റിയിൽ. അതുകൊണ്ട് അതും നമുക്കിന്ന് ആക്റ്റീവ് അല്ല. സെൻസെക്സിൽ നോക്കുകയാണെങ്കിൽ പറയേണ്ട, നമ്മൾ കണ്ടതാണ്, ഫുൾ സൈഡ് വേ തന്നെയായിരുന്നു. നോക്കൂ, അപ്പോൾ ഇന്ന് 3 ലെവലുകളും ആക്റ്റീവായിട്ടില്ല. നമുക്കിനി നാളത്തേക്കുള്ള ലെവലുകൾ നോക്കിയിട്ട് വീഡിയോ ബൈൻഡപ്പ് ചെയ്യാം. 76,500 ഫസ്റ്റ് റെസിസ്റ്റൻസ് നമ്മുടെ സെൻസെക്സിൽ. അതേപോലെ തന്നെ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സപ്പോർട്ടായിട്ട് 76,125, 120 ലെവലുകൾ. ഓക്കെ, സെക്കൻഡ് സപ്പോർട്ട് നമുക്ക് 75,800 ആ ലെവൽ നോക്കാം. അതിനുശേഷം ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്, പക്ഷേ 100 പോയിൻറ്റിൻ്റെ ഡിഫറൻ്റ് ഉള്ളതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് 76,120ഉം 75,800ഉം സപ്പോർട്ട് വെക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസായിട്ട് 76,500 ഫസ്റ്റ് റെസിസ്റ്റൻസ്. സെക്കൻഡ് റെസിസ്റ്റൻസ് 76,680. ഓക്കെ, അപ്പോൾ നമുക്ക് സെൻസെക്സിൽ ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. അടുത്തത് ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ
ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് സപ്പോർട്ടായിട്ട് ഫസ്റ്റ് സപ്പോർട്ട് നമുക്ക് ഈ ഒരു റേഞ്ചിൽ വെച്ചാൽ തന്നെ പ്രയാസമാണ്. നോക്കാം. ഓക്കെ, 51,330 ഫസ്റ്റ് സപ്പോർട്ട്. അതേപോലെ തന്നെ ഫസ്റ്റ് റെസിസ്റ്റൻസ് 51,700 ഫസ്റ്റ് റെസിസ്റ്റൻസ്. ഓക്കെ, സെക്കൻഡ് റെസിസ്റ്റൻസ് 51,840. സെക്കൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത് 51,060. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. അടുത്തത് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നിഫ്റ്റി നമുക്ക് ഫസ്റ്റ് സപ്പോർട്ടായിട്ട് 23,135 വാച്ച് ചെയ്യാവുന്നതാണ്. അതേപോലെ ഫസ്റ്റ് റെസിസ്റ്റൻസ് നമുക്ക് ഇവിടെ നിന്ന് പിടിക്കുന്നതായിരിക്കും ഉത്തമം. ഇവിടെ നിന്ന് പിടിക്കുകയാണെങ്കിൽ പ്രയാസമൊന്നുമില്ല, ചെറിയൊരു പോയിൻറ്റിനിടയിൽ പ്രശ്നം വരും. അതുകൊണ്ട് നമുക്ക് 23,350 ഫസ്റ്റ് റെസിസ്റ്റൻസ്. സെക്കൻഡ് റെസിസ്റ്റൻസ് 23,400, 50 പോയിൻറ്റിനിടയിലുള്ളൂ. അതേപോലെ സെക്കൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത് 22,970. അപ്പോൾ ഈ ഒരു റേഞ്ച് നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. നാളെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ഈ 3 ഇൻഡെക്സുകളും ആഡ് ചെയ്യുക. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്യുക. നാളെ ഈ ലെവലുകൾ ബ്രേക്കൗട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ വീക്ഷിക്കുക. മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.